കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിഫൈമേഷൻ അല്ലെങ്കിൽ മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഭാര്യയുടെ പിതാവിന് അനുകൂലമായി സുപ്രീം കോടതി വിധിച്ചിട്ടുള്ള ഒരു കേസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ ഒരു കാരണവശാലും പങ്കാളിയുടെ സമ്മതമില്ലാതെ ഒരിക്കലും കോടതിയിൽ എവിഡൻസ് ആയിട്ട് സമർപ്പിക്കുവാനായിട്ട് പറ്റില്ല എന്നുള്ളത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 122 പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ പറയുന്ന പോയിന്റ് പ്രത്യേകം മനസ്സിലാക്കുക, ഭാര്യയും ഭർത്താവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് കോടതിയിൽ നമുക്ക് പറയുവാനായിട്ട് പാടില്ല എന്നുള്ള പോയിന്റ്. അപ്പോൾ അതിനൊരു വിരുദ്ധമായിട്ടുള്ള ഒരു കേസ് നമുക്ക് നോക്കാം. കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ കേസിൻ്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മുടെ ഈ കേസിൽ കഥാനായകൻ്റെ പേര് എന്ന് പറയുന്നത് പൊന്നൻ എന്നാണ്. ഈ ഭാര്യയുടെ പേര് രതി എന്നാണ്. രതിയുടെ അച്ഛൻ്റെ പേര് എന്ന് പറയുന്നത് വർഗീസ് എന്നാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ വർഗീസ് ഈ രതിക്ക് പ്രായപൂർത്തിയായപ്പോൾ പൊന്നൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം പൊന്നൻ ജോലി സംബന്ധമായിട്ട് എന്ത് ചെയ്യുന്നു, പണ്ടത്തെ ബോംബെയിലേക്ക് ജോലി തേടി പോവുകയും അവിടെ നിൽക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് ഇവർക്കിടയിലുണ്ടാകുന്ന ചില കുടുംബ പ്രശ്നങ്ങൾ മൂലം ഈ പൊന്നനും ഈ രതിയുടെ അച്ഛൻ വർഗീസുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു കാലഘട്ടമാണ് എന്നുള്ളത്. 1964 ഒരു കേസാണ്. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പൊന്നൻ ഭാര്യയ്ക്ക് 1964 3 കത്തുകൾ എഴുതുകയാണ് ഉണ്ടായിട്ടുള്ളത്. പണ്ട് നമ്മൾ കത്ത് എഴുതുന്ന പരിപാടി. അങ്ങനെ ആ കത്ത് എഴുതുമ്പോൾ ആ കത്തിൽ പൊന്നൻ എന്ത് ചെയ്തു, രതിയുടെ അച്ഛൻ വർഗീസിനെ പറ്റിയിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് എന്ത് ചെയ്തു, കത്ത് എഴുതുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വന്തം അച്ഛനെ പറ്റിയിട്ട് മോശമായ കാര്യങ്ങളാണ് എഴുതിയത് എന്നുള്ളത് കൊണ്ട് രതി എന്ത് ചെയ്തു, ഈ ഒരു കത്തുകൾ 3 സ്വന്തം അച്ഛനായിട്ടുള്ള വർഗീസിന് കൈമാറുകയും ആ കത്ത് കണ്ടപ്പോൾ തനിക്കെതിരെ അപമാനകരമായ അല്ലെങ്കിൽ അപകീർത്തിപരമായിട്ടുള്ള വസ്തുതകളാണ് പൊന്നൻ എഴുതിയിട്ടുള്ളത് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ കത്തുകളുടെ അടിസ്ഥാനത്തിൽ വർഗീസ് എന്ത് ചെയ്യുന്നു, പൊന്നനെതിരെ മാനനഷ്ട കേസ് ട്രിവാൻഡ്രം ജില്ലാ കോടതിയിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ രജിസ്റ്റർ ചെയ്തപ്പോൾ പൊന്നൻ പറഞ്ഞു, ഇത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംഭാഷണമാണ്, അത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 122 പ്രകാരം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. ഒരിക്കലും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനായിട്ട് വർഗീസിന് പറ്റില്ല എന്ന് പൊന്നൻ വാദിച്ചു. പൊന്നൻ്റെ വാദം ആരെ അംഗീകരിച്ചു? ഈ ജില്ലാ കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് മനം നൊന്ത് വർഗീസ് എന്ത് ചെയ്തു, സെഷൻസ് കോടതിയിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്തു. സെഷൻ കോടതിയിലും പൊന്നിന് അനുകൂലമായിട്ടുള്ള മറുപടിയാണ് കിട്ടിയിട്ടുള്ളത്. തുടർന്ന് വർഗീസ് എന്ത് ചെയ്തു, ഹൈക്കോടതിയിലേക്ക് പോയി, കേരള ഹൈക്കോടതിയിൽ പോയപ്പോഴും കേരള ഹൈക്കോടതി പൊന്നിന് അനുകൂലമായിട്ടുള്ള മറുപടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് മനം നൊന്ത് വർഗീസ് എന്ത് ചെയ്തു, സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ മൂന്നാമത് ഒരു ആളെ അപമാനപ്പെടുത്തുന്ന അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മെൻഷൻ ചെയ്യുകയും അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ളതിന് തെളിവ് ആർക്കെതിരെയാണോ നിങ്ങൾ അപകീർത്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അവർക്കത് തെളിവ് സഹിതം കിട്ടുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കേസ് കൊടുക്കുവാനും ആ കേസ് കോടതി നിർബന്ധമായും സ്വീകരിക്കുകയും ചെയ്യണമെന്ന് സുപ്രീം കോടതി വിധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൻ്റെ ട്രയൽ എടുക്കുവാനായിട്ട് ആദ്യം പറഞ്ഞ ജില്ലാ കോടതിയിലേക്ക് തന്നെ ഈ കേസ് മടക്കി അയക്കുകയും അങ്ങനെ വർഗീസിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് മടക്കുകയും പൊന്നിന് നിന്നും കാര്യമായ ഒരു നഷ്ടപരിഹാരം വർഗീസ് എന്ന് പറയുന്ന ഭാര്യയുടെ അച്ഛനെ മേടിച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു കേസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ കല്യാണം അല്ലെങ്കിൽ വൈവാഹിക ജീവിതം നയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും പറയാം. ആ പറയുന്ന ഒരു കാര്യം കോടതിയിൽ ഒരു എവിഡൻസ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ രണ്ടാളുടെയും എന്ത് വേണം, സമ്മതം അത്യാവശ്യമാണ്. എന്നാൽ മൂന്നാമത് ഒരാളെ പറ്റി മോശമായ അഭിപ്രായം പറയുകയും ആ പറയുന്ന അഭിപ്രായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
ആ പറഞ്ഞ വ്യക്തിക്ക് ലഭിക്കുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആരാണോ അപകീർത്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അവർക്ക് എതിരെ കോടതിയിൽ മാനനഷ്ട കേസ് കൊടുക്കുവാനും അനുകൂലമായിട്ടുള്ള വിധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നേടിയെടുക്കുവാനും സാധിക്കും എന്നുള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലായല്ലേ? സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.